നമസ്കാരം. വീണ എൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. പാകിസ്ഥാന് വേണ്ടി രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് ദൃശ്യങ്ങൾ പകർത്തി ചാരപ്രവർത്തിക്ക് നേതൃത്വം നൽകിയ ഹരിയാന സ്വദേശിനിയായ വ്ലോഗർ ജ്യോതി മൽഹോത്ര തിരുവില്ലാമല കുത്താമ്പള്ളി നെയ്ത്തു ഗ്രാമത്തിലും അതിരപ്പിള്ളിയിലും സന്ദർശനം നടത്തി. തിരുവില്ലാമലയിലടക്കം എത്തിയത് സംസ്ഥാന സർക്കാർ ചിലവിൽ. ജ്യോതിയെ വിളിച്ചു വരുത്തിയത് കേരളത്തിന്റെ ടൂറിസം മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ. വിവരാവകാശ രേഖയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ജ്യോതി മൽഹോത്രയെ കേരളത്തിലെത്തിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. നടത്തിയത് മുൻകാലങ്ങളിൽ ചെയ്തു വരുന്ന അതേ രീതിയെന്നും വിശദീകരണം. തൃശൂർ നഗരഹൃദയത്തിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM-ൽ കവർച്ചാശ്രമം. തൊട്ടുള്ള വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും മോഷ്ടാവെത്തി. ATM തകർക്കാനുള്ള ശ്രമത്തിനിടെ ബാങ്കിന്റെ മുംബൈയിലുള്ള ഓഫീസിൽ അലറാം മുഴങ്ങി. കുതിച്ചെത്തിയ പോലീസ് പ്രതിയെ കൈയോടെ പൊക്കി. ഒഡീഷ സ്വദേശി സുനിൽ നായിക്കാണ് ഈസ്റ്റ് പോലീസിന്റെ വലയിലായത്. നെല്ലങ്കരയിലെ ഗുണ്ടാവിളയാട്ടവും പോലീസ് നടപടികളും കേരളത്തിന്റെ ക്രമസമാധാന രംഗത്ത് പുത്തൻ ചരിത്രം. ഗുണ്ടകൾ ഗുണ്ടകളുടെ പണിയും പോലീസിന്റെ ജോലിയും ചെയ്തുവെന്ന പോലീസ് കമ്മീഷണറുടെ വാക്കുകളും വൈറൽ. പോലീസിനോടുള്ള ആരാധന മൂത്ത് നല്ലങ്കര വൈലോപ്പിള്ളി നഗറിന് ഇളങ്കോ നഗർ എന്ന് പേരിട്ട് നാട്ടുകാർ. സോഷ്യൽ മീഡിയയിൽ പേര് തരംഗമായപ്പോൾ സ്നേഹപൂർവ്വം വിലക്കി വീണ്ടും പോലീസിന്റെ മാസ് എൻട്രി. സ്ഥാപിച്ചവർ തന്നെ ബോർഡ് നീക്കി. നാട്ടിൽ ഗുണ്ടകൾ വിഹരിച്ചത് ഒരാഴ്ച മുമ്പ്. ഞാവൽപ്പഴം വാറ്റിയെടുത്ത് 53കാരൻ ഉണ്ടാക്കിയത് വീര്യമുള്ള ചാരായം. പരന്തരപ്പള്ളി സ്വദേശി രമേഷാണ് ഞാവൽപ്പഴ ചാരായ വിദഗ്ധൻ. 1 ലിറ്റർ ചാരായം വിറ്റഴിച്ചിരുന്നത് 1000 രൂപയ്ക്ക്. ഓട്ടോറിക്ഷയിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു രീതി. 5 ലിറ്റർ ചാരായവും ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു. താമരശ്ശേരിയിൽ ഞാവൽപ്പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് വിഷക്കായ കഴിച്ച വിദ്യാർത്ഥി ആശുപത്രിയിൽ. ആന ഇറങ്ങി ഒടുവിൽ കുതിച്ചുപായും ട്രെയിനിനു മുന്നിലേക്ക്. വടക്കാഞ്ചേരി അകമലയിൽ റെയിൽ പാളത്തിനു സമീപം കാട്ടാന. പാളത്തിൽ പ്രവേശിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഞായറാഴ്ച പുലർച്ചെയാണ് കൊമ്പൻ അകമലയെ വീണ്ടും വിറപ്പിച്ചത്. വലിയ തോതിൽ കാർഷിക നാശം സൃഷ്ടിച്ചു. സോളാർ പ്രതിരോധത്തിന് മുകളിൽ മരം വീണ് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച. ഒന്നും കാണാതെ വനം വകുപ്പ്. ജനകീയ പ്രതിഷേധം കനക്കുന്നു. മുണ്ടത്തിക്കോട് കോട്ടപ്പറമ്പിൽ സംഘടനാ കരുത്ത് വിളിച്ചോതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാ കുടുംബ സംഗമം. സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർക്ക് ആദരം. അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ എന്നിവർക്ക് ആദരം. 80 വയസ്സ് കഴിഞ്ഞവരെയും അക്കാദമിക് പ്രതിഭകളെയും ആദരിച്ചു. KPCC സെക്രട്ടറി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഭരതൻ റോഡിനെ ഉദ്യാനപാതയാക്കാൻ CPM. കല്ലംകുണ്ട് പുഴപ്പാലം മുതൽ ഗോൾഡൻ ഡെസ്മോഡിയം വെച്ചുപിടിപ്പിച്ച് ഐശ്വര്യ മന്നയുടെ കാഴ്ചയൊരുക്കും. പദ്ധതി ഏറ്റെടുത്ത് നാട്. നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM എങ്കക്കാട് സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റിയാണ് ഹരിതാഭ ക്യാമ്പയിന് നേതൃത്വം. പരിപൂർണ പിന്തുണയുമായി സംവിധായകൻ റഷീദ് പാറക്കലും. കുട്ടികൾക്ക് ശാരീരിക ശിക്ഷ നൽകാൻ അധ്യാപകർക്ക് അവകാശമില്ലെന്ന് കോടതി. അച്ചടക്കത്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിക്കാനാകില്ല. ചെറിയ ശിക്ഷകൾ ക്രിമിനൽ കുറ്റമായി കാണാനാകില്ലെന്നും ജസ്റ്റിസ് C ജയചന്ദ്രൻ. ബാലനീതി നിയമത്തിലെ വകുപ്പ് 75 പ്രകാരം ചൂരൽ പ്രയോഗം കുറ്റമാണെന്ന സർക്കാർ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാതെ ഹൈക്കോടതി.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രസനാധിപൻ യൂഹാനോൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്കിലൂടെയാണ് പരസ്യ പരിഹാസം. എന്തിനാണ് ഇങ്ങനെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നത് എന്ന് കളിയാക്കി ചോദ്യം. വല്ല മതിലും ഇടിഞ്ഞു വീണാൽ കേരളം അനാഥമാകില്ലേ എന്നും ഭദ്രസനാധിപൻ. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയിൽ. തെക്കുംകര പഞ്ചായത്തിൽ കായിക ദീപം പ്രതിപാദനം. കായിക നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു. അക്കാദമിക് പ്രതിഭകളെയും റാങ്ക് ജേതാവിനെയും ആദരിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ മച്ചാട്, കുണ്ടികാട് നിർമ്മല സ്കൂളുകൾക്ക് അനുമോദനം. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി നിലനിന്നിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാത്തി. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും അതിശക്തമായ മഴ. വിവിധ ജില്ലകളിൽ ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുരുഭവനപുരിയിലേക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. കനത്ത സുരക്ഷയിൽ ഗുരുവായൂർ. ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്ക്. ഗവൺമെന്റ് ഏജൻസികൾ മാധ്യമങ്ങൾക്ക് വിഷലും വാർത്തകളും നൽകുമെന്ന് PRD.